ഒന്ന്, ഈ അവാർഡിൽ കൈരളി ടി വിക്ക് അവരുടെ മാനേജ്മെൻറ്റും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടോട്ടലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഇത് തുടക്കം മുതൽ തന്നിട്ടുണ്ട്. ഇത് 6ാമത്തെ ജ്വാല അവാർഡ്സാണ്. ഇതിൽ ഒരു അവാർഡിൽ പോലും ഇത്രയും കാലം ശ്രീ ബ്രിട്ടാസോ ഈ വേദിയിലിരിക്കുന്ന ആരെങ്കിലോ അല്ലാത്തവരോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തവണ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് നടന്നത്, ഞങ്ങൾ ഏകദേശം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും നിഷയും കൂടെ ശ്രീ ബ്രിട്ടാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി ബാക്കി കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവാർഡിൻ്റെ കാര്യം ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാനും സാധാരണ അന്ന് ബാക്കി എല്ലാവരും അറിയേണ്ട ദിവസമാണ് അറിയുന്നത്, അപ്പോൾ അതിനെപ്പറ്റി പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. മാതൃകാവൻ അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഡെഫിനറ്റായിട്ടൊരു ഇൻഡിപെൻഡൻസ് ജൂറിക്ക് തന്നിട്ടുണ്ട്. ഇതിന് വന്ന ആപ്ലിക്കേഷൻ വളരെ വലിയ നമ്പറാണ്. ആ വലിയ നമ്പർ, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട്, ഒന്ന്, കൈരളി ടി വിയിലൂടെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ ഉണ്ട്, അമൃത, അവരെല്ലാം ആ ഒരു വലിയൊരു ടീമുണ്ട്. അവരെല്ലാവരും കൂടെ ഈ വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കുന്നു. അതിൻ്റെ അകത്ത് ചിലത് നമ്മൾ അല്ലാതെ സൈഡിൽ, അത് കഴിഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് തരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ പ്രൊഫഷണൽ ബോഡീസ്, ടൈ പോലത്തെ പ്രൊഫഷണൽ ബോഡീസിനോട് ചോദിക്കുന്നു, സ്റ്റാർട്ടപ്പ് മിഷനോട് ചോദിക്കുന്നു, അവരുടെ സൈഡിൽ നിന്നും വരുന്ന റെക്കമെൻഡേഷൻസ് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഓരോന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു. കൈരളി ടി വി അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ 2-3 വെർച്വൽ സിറ്റിങ്സ് പലപ്പോഴും ഫോണിൽ സംസാരിക്കുകയും ഒരിക്കൽ ട്രിവാൻഡ്രത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ടാണ്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനും നിഷയും കൈരളിയിൽ നിന്ന് ഒരാളെ ഹെൽപ്പ് ചെയ്യാനും കാണും, അതാണ് ഉള്ളത്. ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത്തവണ ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്ത്, ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ ആൾക്കാരോട് ഞങ്ങളൊരു വീഡിയോ അയക്കാൻ പറഞ്ഞു. ചിലതിലത് വേണ്ടി വന്നില്ല. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അവാർഡ്സ് ആർക്കൊക്കെയാണെന്നുള്ളത് അനൗൺസ് ചെയ്യും, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അവാർഡുകളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ഒന്ന്, ഇറ്റ് ഷുഡ് ബി എ റോൾ മോഡൽ. 2, ഇൻ സം വേ ദർ ഷുഡ് ബി എ സോഷ്യൽ ഇമ്പാക്റ്റ്. ശരിക്കും ഇതിൽ നമ്മൾ ഇത്തവണത്തെ ഇതിൽ വരുന്നതിൽ അവാർഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു മെൻ്റൽ ബ്ലോക്കുള്ള ചില കാര്യങ്ങൾ, പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് അതൊരു അത്ര ഇന്നോവേറ്റീവ് അല്ല. ഇറ്റ് ഈസ് ബീങ് യൂസ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ഹാവ് എൻ ഇമ്പാക്റ്റ് എന്നറിഞ്ഞുകൊണ്ടുള്ള അവാർഡുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പലരും ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷേ ഇന്ന് അതിനൊരു ബിസിനസ്സാക്കി മാറ്റി ആ ബിസിനസ്സിന് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് വളർത്താൻ സാധിക്കുക, അങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ട്. രണ്ടാമത്, ഇൻ്റർനാഷണലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് വരും, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്.